കർത്താവിൻ്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകലിൽ നിങ്ങളോട് കൂടെയായിരിക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിലും അവിടുന്ന് ഇടയാക്കി തന്ന ദയയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ബ്രദർ ബേബി, എനിക്ക് എന്നെ വ്യക്തിപരമായി അറിയത്തില്ല, കർത്താവിൻ്റെ ദാസനെയും ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും നാട്ടിലേക്ക് കടന്നുപോയി എന്ന് ഞാൻ അറിഞ്ഞു കൊടുത്ത പാസ്റ്റർ തന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഷാർജയിൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അസംബ്ലി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ ആയിരിക്കുന്നു. ഷാർജയിലും ഫുജറയിലും ഇന്ത്യക്കാരുടെ ഇടയിലാണ് കൂടുതലും ഞങ്ങൾക്ക് പ്രവർത്തനമുള്ളത്. മലയാളികളുമുണ്ട്. അങ്ങനെ ഒരു 10-16 വർഷമായി ഷാർജയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ അങ്ങനെ ഷാർജ സഭ വിട്ട് വെളിയിൽ അങ്ങനെ പോകാറില്ല. ഇവിടെ ഒരു സഭയിൽ കുറച്ച് ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു. എൻ്റെ സ്നേഹിതനാണ് ലിനു, താനും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ദേശത്തേക്ക് ആദ്യമായിട്ട് ഞാൻ വരാനിടയായത്. ഞാൻ മടങ്ങി 23-ാം തീയതി മടങ്ങിപ്പോകും. ഇവിടെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന കർത്താവിൻദാസനെ എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല. എന്നാൽ ഇതിനു മുമ്പ് ദീർഘകാലം ശുശ്രൂഷിച്ച കർത്താവിൻദാസൻ പാസ്റ്റർ ജോൺ തോമസ് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. കർത്താവിൻ്റെ ദാസനെ ഈ നിമിഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു. ഒരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം എൻ്റെ 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. സ്തോത്രം. നമ്മളെ സങ്കീർത്തനത്തിൽ കൂടെ കേൾപ്പിച്ച നല്ല പ്രബോധനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് ഞാൻ അവിടെ ഇപ്പോൾ ചിന്തിച്ചത്. കർത്താവ് വളരെ ആഴമായി ശക്തമായി നമ്മളോട് വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിച്ചു. തിരുവചനം നമ്മുടെ ഹൃദയങ്ങളെ വിവേചിച്ചറിയും. വരുന്ന വ്യക്തികൾക്ക് നമ്മളെ അറിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ഒരു കാര്യവും മറവല്ല. ആ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മളെ വിവേചിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ കാണിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ ഓരോരോ അധ്യായങ്ങൾ ജീസസ് ഈസ് സുപ്പീരിയർ എന്നുള്ള വിഷയം വളരെ ശക്തമായി ഈ ലേഖനകർത്താവ് വരച്ച് കാണിക്കുന്നു. ഞാൻ അതിലേക്ക് പോകുവാൻ ഇന്ന് നമുക്ക് സമയമില്ല. ഈ വായിച്ച ഈ വാക്യം ഒരു മുന്നറിയിപ്പായിട്ട്, ഒരു വാർണിംഗ് ആയിട്ട് സഭയിലുള്ളവരോട്, കൂട്ടായ്മയിലുള്ളവരോട് പറയുക. പ്രിയമുള്ളവരെ, ബൈബിളിൽ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ തന്നെ there are some good examples as well as there are bad examples. ഒരമ്മയ്ക്ക് തന്നെ പിറന്ന 2 പേര്, ഏശാവും യാക്കോബും. യാക്കോബിനെ കുറിച്ച് പറയുന്നത് വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു എന്നാണ്, ഈ വർഷിപ്ഡ്. എന്നാൽ ഏശാവിനെ കുറിച്ച് പറയുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് അഭക്തനായ ഏശാവ്. വൈ ബാഡ് എക്സാമ്പിൾസ്? നമ്മുടെ കയ്യിൽ എഡിറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ മിക്കവാറും ബാഡ് എക്സാമ്പിൾസിനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് നീക്കാനല്ലേ ശ്രമിക്കുന്നത്. ബട്ട് വൈ ഗോഡ് അലൗഡ് ബാഡ് എക്സാമ്പിൾസ് ഇൻ ദിസ് ഹോളി സ്ക്രിപ്ചേഴ്സ്? ഞാൻ കുറേ മാസം മുമ്പ് എൻ്റെ പെങ്ങളുടെ അടുത്തേക്ക് ഞാൻ അബുദാബിയിലാണ് താമസിക്കുന്നത്. പോയപ്പോൾ ഒരു ഇതുവരെ UAE കാണാത്തൊരു കൗതുകമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഞാൻ വണ്ടി ഓടിച്ചങ്ങോട്ട് ചെന്ന് റൗണ്ട് അബൌട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് ചെന്നപ്പോൾ ആ റോഡിന്റെ നടുക്ക് കുറെ മാസം മുമ്പേ ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ ആ വണ്ടി എങ്ങനെ മറിഞ്ഞോ അതേ രീതിയിൽ തന്നെ ഒരു പോളിൽ വെച്ചിരിക്കുക. എനിക്കത് വളരെ അത്ഭുതവും കൗതുകമായിട്ട് തോന്നി. കാരണം ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല. എന്തിനായിരിക്കും അങ്ങനെ വണ്ടി മറിഞ്ഞിരിക്കുന്ന വണ്ടി അതേ രീതിയിൽ അവിടെ പോളി വെച്ചിരിക്കുന്നത്? നമുക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഒന്ന് ഇടിച്ചു കളയാം, അതുകൊണ്ടാണോ? അല്ല. ഇതുപോലെ
ഇതേ വഴിയിൽ പോയ വണ്ടി ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ട്, നിങ്ങളും മറിയരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് അവിടെ. എന്നതുപോലെ ഈ ദൈവസഭയിലുള്ളവരോട് ഈ ലേഖനകർത്താവ് പറയുകയാണ്, മറിഞ്ഞു പോകാൻ സാധ്യതയുള്ള ചില ദൃഷ്ടാന്തത്തെ കാണിച്ചിട്ട് പറയുകയാണ്, സൂക്ഷിക്കുക. ഈ 3:12 പറയുകയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും, എന്ന് പറഞ്ഞാൽ there is nobody who can say that എനിക്ക് അങ്ങനെ സംഭവിക്കത്തില്ല, അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം എത്ര നമുക്ക് അറിയാം എന്ന് പറഞ്ഞാലും നാം ഓരോരുത്തരും സൂക്ഷിച്ചില്ല എങ്കിൽ വണ്ടി പറയും. 4:1 പറയുകയാണ്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ. ആ 2 വാക്യങ്ങൾ കണ്ടു. നിങ്ങളിൽ ആർക്കെങ്കിലും, നിങ്ങളിൽ ആർക്കും എന്ന് പറഞ്ഞാൽ nobody is exclusive, nobody is out. ആരും മാറ്റി നിർത്താൻ പറ്റത്തില്ല. everyone, നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയ എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഈ വർഷത്തിന്റെ അവസാനം ഒരു മുന്നറിയിപ്പായി കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ. അപ്പൊ ഒരു മുന്നറിയിപ്പായിട്ട് നമ്മളോട് പറയുമ്പോൾ ഈ 3-ാം അധ്യായം 4-ാം അധ്യായത്തിൽ 3 വാക്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. 3:6 ഒന്ന് വായിച്ചു. 3:6 പെട്ടെന്ന് വേഗം ഒന്ന് വായിച്ചു. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഇനി 3:14 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. 4:14 നാം നമ്മുടെ സ്വീകാര്യം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. എന്ന് വരെ? അവസാനം വരെ. അപ്പം ഈ 3-4 അധ്യായങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് പറയുകയാണ്, ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കണം. അത് നാം സൂക്ഷിക്കണം, ഭയപ്പെടണം. ഈ ക്രിസ്തീയ ജീവിതം ഭയത്തോടെ ജീവിക്കണം, സൂക്ഷിച്ച് ജീവിക്കണം, ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം. നമ്മളെ കൊണ്ട് തന്നെ ഇത് പറ്റത്തില്ല. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവഹിതം അനുസരിച്ച് ദൈവമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. God will give us grace, but we should be very careful in our Christian life. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 2 എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. 2 എക്സാമ്പിൾസ്. ഒന്ന് ഇസ്രായേലിന്റെ ചരിത്രം കൊണ്ടുവരികയാണ്, ലൈഫ്, ഇസ്രായേലിന്റെ ലൈഫ്. 2 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക്, എല്ലാവരും പറഞ്ഞേ, ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. എന്നിട്ട് 2-ാമത്തെ വാക്യം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും. അപ്പം 1 വിശ്വസ്തത കാണിക്കാത്ത ഒരു തലമുറ, 2 സകലത്തിലും വിശ്വസ്തനായിരുന്ന ക്രിസ്തു. ഇത് 2 എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, യേശുവിൽ നിന്ന് കണ്ണു പറിക്കരുത്, യേശുവിനെ സൂക്ഷിച്ചു നോക്കണം. ലുക്ക് അൺടു ജീസസ്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും, ഇന്ന് പേരിന്റെ മുമ്പിൽ അപ്പോസ്തലൻ എഴുതിക്കുന്ന കള്ളപ്പോസ്തലന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നാം സ്വീകരിച്ചു പറയുന്ന വിശ്വസ്ത അപ്പോസ്തലനായ യേശു ക്രിസ്തുവിൽ നിന്ന് കണ്ടുപറിക്കരുത്. എന്നിട്ട്
ആദ്യം ഇസ്രായേലിന്റെ ചരിത്രം ഇവിടെ ഒന്ന് വിവരിക്കുക. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 7-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. അത് പറഞ്ഞതിന് ശേഷം 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ 95-ാം സങ്കീർത്തനമാണ് കോട്ട് ചെയ്യുന്നത്. ആരാ 95-ാം സങ്കീർത്തനം എഴുതിയത്? അവിടെ നമുക്കറിയത്തില്ല. പക്ഷേ എബ്രായർ 4:7 വായിക്കുമ്പോൾ മനസ്സിലാകും ദാവീദ് എഴുതിയത്. അപ്പൊ ദാവീദ് ആ സങ്കീർത്തനം എഴുതിയെങ്കിൽ എന്തായിരിക്കണം 3:7 പറയേണ്ടത്? അതുകൊണ്ട് ദാവീദ് അരുളി ചെയ്യുന്നത് പോലെ. അങ്ങനല്ലായിരുന്നു വേണ്ടത്. പക്ഷെ അങ്ങനല്ല. എന്തോ പറയുന്നറിയാമോ? ദാവീദ് പേരെടുത്ത് എഴുതിയെങ്കിലും ഇത് ദാവീദിന്റെ വചനമല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. This is God's word. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം 66 പുസ്തകവും മനുഷ്യൻ എഴുതിയതാണെങ്കിലും ഇത് മനുഷ്യന്റെ വാക്കായി എടുക്കരുത്. ഇത് ദൈവത്തിന്റെ വചനമാണ്. The Spirit of the Lord is the author of the scriptures. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചത്രേ സംസാരിച്ചത്. 2, the living character of the scriptures. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ. മോശയുടെ കാലഘട്ടത്തിലും ദൈവം സംസാരിച്ചു. ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ ആ സമൂഹത്തോട് സംസാരിച്ചു. എബ്രായ ലേഖനകർത്താവ് ഇത് എഴുതുമ്പോഴും ആ സമൂഹത്തോട് സംസാരിച്ചു. ഇന്ന് വെള്ളിയാഴ്ച പകലിലും ഈ തിരുവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. God's word is living. ഏത് തലമുറയിലും ഏത് വ്യക്തിയോടും ഏത് മനുഷ്യനോടും സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനമാണ് എന്നെ മാറ്റിയത്, എൻ്റെ ഹൃദയത്തിന്റെ അന്ധകാരങ്ങളെ നീക്കിയത്, എൻ്റെ കണ്ണിന്റെ മറകളെ നീക്കിയത്, എന്നെ യേശു ആരാന്ന് കാണിച്ചത്. നമ്മുടെ എല്ലാ അനുഭവമല്ലേ ഈ ദൈവത്തിന്റെ വചനത്തെ ജീവനുള്ള ഹിസ്റ്ററി അല്ല, ഇത് ഒരു ചരിത്രം മാത്രമല്ല. It is still speaking. അത് നാളെയും സംസാരിക്കും. ഹല്ലേലൂയ. 3, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു പറഞ്ഞിട്ട് വായി വരുന്നതല്ല, വായിക്ക് തോന്നിയതല്ല പറയുന്നത്, വചനം കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിന്റെ ബൗണ്ടറിയിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു പുതിയ വെളിപ്പാടുണ്ട്, ഒരു പുതിയ ആലോചന ഉണ്ടെന്നൊന്നും പരിശുദ്ധാത്മാവ് പറയത്തില്ല. നമുക്ക് തന്നതിൽ നിന്ന് എടുത്ത പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നു. സ്തോത്രം. God's word. അപ്പൊ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത്. എന്നിട്ട് 8-ാമത്തെ വാക്യം നോക്കിക്കേ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന വിളി കണ്ടോ? അവന്റെ ശബ്ദം എന്ന് പറഞ്ഞാല് ഇത് ശക്തിയല്ല, ഇത് വ്യക്തിയാ. ഈസ് എ പേഴ്സൺ. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പലയിടത്തും കാണുന്നത് പോലെ ഉപയോഗിക്കുന്ന ഒരു ശക്തിയല്ല. ഈസ് എ പേഴ്സൺ വിത്ത് പവർ. ശക്തിയുള്ള വ്യക്തിയാ, അധികാരമുള്ള വ്യക്തിയാ, ജീവൻ നൽകാൻ കഴിയുന്ന തൃത്വത്തിൽ 3-ാമനായ പേഴ്സണാണ് നമ്മളോട് ഇന്ന് രാത്രി പകൽക്കാലം സംസാരിക്കുന്നത്. അടുത്തത് ഇസ്രായേലിന്റെ ചരിത്രം ഒന്ന് നോക്കിക്കേ. ഇവരെ 31-ാം തീയതി വിളിച്ചിട്ടൊരു സാക്ഷ്യം പറയാൻ പറഞ്ഞ എന്ത് സാക്ഷ്യം പറയും? സ്തോത്രം. 31-ാം തീയതി സാക്ഷ്യം നമുക്കറിയാലോ. കർത്താവ് ഈ വർഷക്കാലം മുഴുവനും എനിക്ക് നല്ലവനും വല്ലവനും ആയിരുന്നു. മന്ന തന്ന് പോറ്റി പറ വരട്ടെ പുലർത്തി. അടുത്തെന്താ? പാറയിൽ നിന്ന് വെള്ളം മാറയെ പറ മധുരമാക്കി. ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ടു. ഇവരുടെ സാക്ഷ്യമാണ്. സാക്ഷ്യം കേട്ടാൽ നമ്മൾ വിചാരിക്കും ഒരു സംഭവമാണ്. എന്നാൽ കർത്താവിന്റെ സാക്ഷി ഇവരെ കുറിച്ച് എന്താ അറിയോ? എൻ്റെ കുഞ്ഞ് 40 സംവത്സരം വചനം കേട്ടിട്ട് ഒരു പ്രയോജനമില്ല.
ഞാനല്ല, 4:2 നോക്കിക്കുക. 4:2 പെട്ടെന്ന് വായിച്ചു. അവരെ പോലെ നാമും ഒരു സത്പ്രകാരം കേട്ടവരാകുന്നു. ആ. എങ്കിലും കേട്ടവരിൽ ശ്രദ്ധിക്കണേ, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാതെ. അപ്പൊ ഇവരെന്തുവാ കേട്ടത്? 40 സംവത്സരം ദൈവത്തിന്റെ വചനമാണ് കേട്ടത്. ദൈവത്തിന്റെ വചനം വളരെ കൃത്യതയോടെ കേട്ടിട്ടും എന്തായില്ല? വിശ്വാസമായി പരിഗണിക്കാത്തത് കൊണ്ട് അടുത്തത് പറയുന്നത് എന്താണ്? അവർക്കത് ഉപകാരമായില്ല. എത്ര കൃത്യതയോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന സഭയാണെങ്കിലും അതിൽ ചിലരുണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനം വരാത്തത്. എല്ലാ സഭയിലും ഉണ്ട്. എത്ര നല്ലതുപോലെ ദൈവത്തിന്റെ വചനം കൃത്യമായി പ്രസംഗിക്കുന്ന ദൈവദാസനായാലും അതിൽ ഒരു കൂട്ടരുണ്ട്, അവർക്കിത് പറ്റത്തില്ല, അവർക്കിത് സഹിക്കാൻ പറ്റത്തില്ല, അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കേട്ടത് പ്രയോജനമായി തീർന്നില്ല, ഉപകാരമായി തീർന്നില്ല. കർത്താവ് പറയുക അവരെ കുറിച്ച്. അടുത്തത് 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. ആ വേർഡ് നോക്കണേ, ദൈവത്തിന്റെ കൃപ നോക്കിക്കേ. മോശയുടെ തലമുറയോട്, ദാവീദിന്റെ തലമുറയോട്, എബ്രായ ലേഖനത്തിന്റെ തലമുറയോട് നമ്മളോടും പറയുക, ഇന്ന് ദൈവത്തിന്റെ കൃപ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. കർത്താവ് വഴി അടച്ചിട്ടില്ല, ഡോർ അടച്ചിട്ടില്ല. ഇന്ന് നിങ്ങൾ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഇഫ് യു ഹിയർ ഹിം ടുഡേ യു വിൽ ഫൈൻഡ് ഹിസ് ഗ്രേസ്. എല്ലാ തലമുറയിലും ദൈവത്തിന് സംസാരിക്കാനുണ്ട്. എല്ലാ തലമുറയിലും ദൈവം തന്റെ കൃപ കൊടുക്കുന്നുണ്ട്. അത് കേട്ട് മടങ്ങി വരുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2024 വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിലും, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും, ലോർഡ് ഗിവ് മീ ഗ്രേസ് ടു ലീഡ് ദിസ് ക്രിസ്ത്യൻ ലൈഫ്. ഈ ജീവിതം ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അവിടുന്ന് മാത്രം എനിക്ക് മതി, അവിടുത്തെ കൃപ മാത്രം മതി എന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവജനം ഇതിന്റെ ഇടയിലുണ്ടോ? ലോർഡ്, ഐ വാണ്ട് ടു പ്ലീസ് യു, ഐ വാണ്ട് ടു ഗ്ലോറിഫൈ യു. അവിടുത്തെ നാമത്തിന് വേണ്ടി എനിക്ക് ജീവിക്കണം. ഗിവ് മീ ഗ്രേസ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അടുത്തത് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്നതുപോലെ, അടുത്തത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു 40 ആണ്ട്. എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും ചെയ്തു. 17-ാമത്തെ വാക്യം. മോശെ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ 40 ആണ്ട് ആരോട് ദൈവം എന്ത് ചെയ്തു? God was angry. ദൈവത്തിന് നീരസമായിരുന്നു ആ തലമുറയോട്. പക്ഷെ മന്നയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? വിസ കറക്റ്റ് അടിച്ചില്ലേ? കറക്റ്റ് വിസ അടിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച മറുപടി കിട്ടിയില്ലേ? കിട്ടി. പിള്ളേര് നമ്മൾ പ്രാർത്ഥിച്ചയച്ച് പോകേണ്ടടുത്ത് പോയില്ലേ? എല്ലാം കറക്റ്റ് നടക്കുക. പക്ഷെ കർത്താവ് പറയുകയാണ്, എനിക്ക് നീരസമാണ്. കർത്താവ് നീരസമാണെങ്കിലും മന്നയും വെള്ളവും മാറയൊക്കെ മാറും കേട്ടോ. ഇതെല്ലാം മാറുന്നത് കൊണ്ട് ദൈവം എന്നോട് പ്രസാദിക്കാന്ന് ചിന്തിക്കരുത്. നമ്മള് എന്താ നീരസപ്പെട്ടിരിക്കുന്ന ദൈവം? പ്രവർത്തികൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവർ കണ്ടെങ്കിലും അതിന്റെ താഴെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. 10-ാമത്തെ വാക്യം. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. പ്രവർത്തി കണ്ടെങ്കിലും ദൈവത്തിന്റെ വഴിയെ അറിയാത്തവരായിരുന്നു. പ്രവർത്തി കണ്ടു, പ്രാർത്ഥിച്ച് മോളും മോനും അങ്ങ് ചെന്നു, പ്രാർത്ഥിച്ച് അല്പം കൂടെ വിസ നീട്ടിക്കിട്ടി, കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നു, കാര്യങ്ങളെല്ലാം നടക്കുന്നു. ദൈവം പ്രവർത്തി കണ്ടു. 31-ാമത്തെ സാക്ഷ്യമാ, പ്രവർത്തി കണ്ടു. കർത്താവ് ചോദിക്കുന്നത്, കുഞ്ഞെ നീ പ്രവർത്തി കണ്ടു, എന്റെ വഴി നീ കണ്ടു? ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ
ഇവരെ എവിടെ വെച്ചാ മത്സരിച്ച് തുടങ്ങിയത്? കുറെ കാലം വരെ ഞാൻ ചിന്തിച്ചത് ആ മോശ 10 കൽപ്പനയായിട്ട് ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു ഇവർ മത്സരിച്ചത്. അല്ല, നോക്കിക്കേ, സങ്കീർത്തനം 107 സങ്കീർത്തനം, അതിന്റെ 15-ാമത്തെ വാക്യം, 106 സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം, 106:7. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെ നിന്റെ മഹാദയെ ഓർക്കാതെ കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എവിടെ വെച്ചാ മത്സരിച്ചത്? നമ്മൾ പാട്ട് പാടാറില്ലേ, ചെങ്കടൽ പീള, അതെങ്ങനെ അല്ലേ? വഴിയൊരുക്കി. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കൊഴുപ്പ് കൂട്ടാൻ ചിലർ പറയുന്നു, ഇന്ന് നിനക്ക് ചില ചെങ്കടലിൽ തുറക്കാൻ പോവുക. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചെങ്കടലിന്റെ കരയ്ക്ക് നിന്ന് മത്സരിച്ചവരെ പുറകെ വരുന്നവരുമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ? ഫറവോനും കൂട്ടരും മത്സരിക്കില്ലേ? ഇവര് മത്സരിക്കുക. അപ്പൊ ഫറവോന്റെ കൂടെ ഇവരെ കൊന്നു കളയേണ്ടതല്ലേ ദൈവത്തിന്? പറ, അല്ലേ? കർത്താവ് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ആരും ചോദിക്കോ കർത്താവിനോട് എന്തിനാ ചെയ്തതെന്ന്? ചോദിക്കത്തില്ല. കടൽക്കരയിൽ വെച്ച് മത്സരിക്കുക. പിന്നെ എന്തിനാ ദൈവം പിടിവെച്ചത്? ഇവർ ഒരു ഗുണം കണ്ടിട്ടല്ല. പിന്നെ എന്തിനാ അറിയോ? താഴെ ചെയ്തിട്ടുണ്ട്, തന്റെ വീരപ്രവൃത്തിയും വായിച്ചു, തന്റെ ശക്തിയും, എന്നിട്ടും, അതാണ്, എന്നിട്ടും ഇത്രയും ചെയ്തിട്ടും തന്റെ മഹാശക്തിയും, അടുത്തത് മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം. പ്രിയരെ, ഒരു നിമിഷം ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടത് നമ്മുടെ ഒരു നല്ല പ്രവൃത്തി കണ്ടിട്ടല്ല, പിതാക്കന്മാരുടെ വിശ്വസ്തത കണ്ടിട്ടല്ല, അമ്മാമ്മമാരുടെ പ്രാർത്ഥന കേട്ടിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ നീതി പ്രവൃത്തി കാരണം മാത്രമാണ് ഞാനും നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നരകത്തിൽ പോവേണ്ടതാ. നരകത്തിൽ പോവേണ്ട സകല പരിപാടി നമ്മൾ ചെയ്തവരാ. എന്നാൽ ദൈവം അത് കണക്കിടാതെ, എന്നിട്ടും ദൈവം നമ്മളോട് മനസ്സലിഞ്ഞല്ലോ. ആ കൃപയോർത്ത് ദൈവത്തെ നമ്മൾക്ക് ആരാധിക്കാം. എന്ത് കണ്ടിട്ടാ കർത്താവേ? മത്സരിച്ച ശത്രുക്കളായ എന്നെ കർത്താവിടുന്ന് കാണിച്ച മനസ്സലിവിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. 9-ാമത്തെ വാക്യം, അവൻ ചെങ്കടലിനെ ശാസിച്ചു. ഇവരുടെ വല്ലം കണ്ടിട്ടാണോ? അല്ലേ, അല്ല, നോ. ഒരെണ്ണത്തിന്റെ ഒരു പ്രവൃത്തി കണ്ടിട്ടില്ല. ബിക്കോസ് ഓഫ് ഹിസ് നെയിം, ബിക്കോസ് ഓഫ് ഹിസ് കവനന്റ് കർത്താവ് ശാസിച്ചു. ഇത് പിളർന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? 12-ാമത്തെ വാക്യം, അപ്പോഴാ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തത്? എന്തോ കണ്ടിട്ടാ? പ്രവൃത്തി കണ്ടപ്പോൾ ദൈവത്തിന്റെ വചനം വിശ്വസിച്ചു. അടുത്തത്, തപ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് സ്തോത്രമാടി, ഡ്രമ്മൊക്കെ അങ്ങോട്ട് അടിച്ചു കൊടുത്ത് സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. 2 ഇതാക്കിയല്ലോ, ദൈവത്തിന് സ്തോത്രം. ശത്രുവിനെ ഈ വെള്ളത്തിൽ തന്നെ മുക്കിയല്ലോ, ആമേൻ. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ മാറ വന്നപ്പോ പിന്നെ മത്സരം. ഈ മാറ മധുരമാകുമ്പോഴേ സ്തുതിക്കത്തുള്ളൂ. അതാ നീരസപ്പെട്ടത്. വിസ അടിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. ഒരു കമ്പനി ചെന്ന് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ സാക്ഷി എന്തുമായിരിക്കും അറിയാമോ? എൻ്റെ മുമ്പിൽ പോയ 3 പേർക്ക് ലഭിച്ചില്ല, ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ലഭിച്ചു. നമ്മൾ എന്തുവാ ഈ പറയുന്നേ? വാട്ട് വി ആർ ടോക്കിംഗ്? സ്തോത്രം. പ്രവൃത്തി കാണുമ്പോൾ ഭയങ്കര ആരാധന, പ്രവൃത്തി കാണുമ്പോൾ ഭയങ്കര സ്തുതി, പ്രവൃത്തി കാണുമ്പോൾ കരയും. പക്ഷെ അടുത്ത പ്രവൃത്തി വരണം, വീണ്ടും ആരാധന വരണമെങ്കിൽ. എന്നാൽ ദൈവത്തിന്റെ വഴി അറിയാവുന്ന മോശ പ്രവൃത്തി കണ്ടില്ലെങ്കിലും അവനറിയാം, ദിസ് ഗോഡ്, ഞാൻ ആ പർവ്വതത്തിൽ കണ്ട വിശുദ്ധനായിരിക്കുന്ന, അല്ല പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്.
This God is a holy God. ഒരു മനുഷ്യനല്ല. What he has promised, he will do it. എനിക്കിഷ്ടമുള്ളത്, ഞാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, my God is a faithful God. എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. അവൻ പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. എനിക്ക് എൻ്റെ ദൈവത്തിനെ അറിയാം, എന്നെ വിളിച്ചവനെ എനിക്കറിയാം എന്നുള്ള ബോധ്യം ദൈവജനത്തിന് ഇന്ന് പകൽക്കാലം വരട്ടെ. പ്രവൃത്തിയല്ല, അവന്റെ വഴിയെ കാണട്ടെ. 2025 നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകണം. ലോർഡ് ഷോ മീ യുവർ വേ. അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ. വഴിയെ കാണിക്കാൻ ഏക മാർഗം ഈ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. പാട്ടുകാരൻ പണ്ട് പാടിയില്ലേ, അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ. അടുത്തെന്താ? എന്തു നീ കൽപ്പിച്ചാലും അതെനിക്ക് ആശീർവാദം, നിന്റെ ഹിതം പോലെ. ഒരു നിമിഷം ഒന്ന് പാടാമോ? അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ. ഒരുമിച്ച് ചേർന്ന് അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ. എന്തു നീ കൽപ്പിച്ചു, എന്തു നീ കൽപ്പിച്ചിടുന്നു എന്റെ ഇഷ്ടം നടക്കരുത്, നിന്റെ പോലെ എന്നെ നിത്യം ദൈവപ്രവൃത്തി മാത്രം കാണാൻ വേണ്ടി കൊതിക്കുന്നവരോട് ദൈവം നീരസപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് നാം ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ, ഒരു മടങ്ങി വരവുണ്ടായാൽ, ദൈവമേ പ്രവൃത്തിയേക്കാൾ കൂടുതൽ അവിടുത്തെ വഴിയെ എന്തു നീ കൽപ്പിക്കുന്നുവോ അതെനിക്ക് ആശീർവാദമെന്ന് പാടുക മാത്രമല്ല, അതെന്റെ ജീവിതത്തിൽ പറയുവാൻ കർത്താവ് എന്നെ ഇടയാക്കുമാറാകട്ടെ. എന്റെ കുഞ്ഞിനെ ഇതിന് വിടാനാണ് എനിക്ക് ആഗ്രഹം, എന്നാൽ അങ്ങ് കൽപ്പിക്കുക ദൈവവേലയ്ക്കെങ്കിൽ അതെനിക്ക് ആശീർവാദം എന്ന് പറയുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഖത്തറിൽ എനിക്ക് അല്പകാലം ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹം, എന്നാൽ നീ കൽപ്പിക്കല്ല, നീ പോ ഇന്ത്യയിൽ പോയി ദൈവ പ്രവൃത്തി ചെയ്യ്. കർത്താവേ, നീ അത് കൽപ്പിക്കുന്നെങ്കിൽ അതെനിക്ക് ആശീർവാദം എന്ന് പാടുക മാത്രമല്ല, I am ready for that to do your will. Hallelujah. പ്രവൃത്തി മാത്രമല്ല, ദൈവമേ ഷോ മീ യുവർ വേ. അവിടുത്തെ ഹിതത്തെ എന്നെ ഒന്ന് കാണിക്കണമേ. അതിലെ ദുഷ്ടം നിറഞ്ഞ ഈ സമൂഹത്തിൽ, അതിലെ പെന്തക്കോസ്ത് കോളത്തിൽ, അതിലെ പ്രവൃത്തി കാണാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ, പ്രവൃത്തി കാണാൻ വേണ്ടി ഇടിച്ചു കയറുമ്പോൾ അതിൽ ഒരു ശേഷിപ്പുണ്ട്. പ്രവൃത്തി കണ്ടില്ലെങ്കിലും we want to see your way. അവിടുത്തെ വഴിയെ ഞങ്ങളെ കാണിക്കണമേ. ഞങ്ങൾക്ക് അത്ഭുതത്തെക്കാൾ വലുത്, ഞങ്ങൾക്ക് പ്രവൃത്തിയേക്കാൾ വലുത് വിടുതൽ വേണം. എന്നാൽ വിടുതലത്തെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ രോഗശൈലിയിലും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് മതി. I want to do your will എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ടോ? ഒരു ശേഷിപ്പുണ്ടോ? അത് കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ come back. Lord, show me your way. ഹല്ലേലൂയ. എന്തു നീ കൽപ്പിക്കുമോ അതെനിക്ക് ആശീർവാദം. പക്ഷെ നമ്മൾ ഇച്ചിരി മിടുക്കരാ. നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിൽ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവെക്കും. എന്നിട്ട് പറയും, കർത്താവേ ഇത് അവിടുത്തെ ഇതാക്കിക്കേ. എന്നിട്ട് ഇതിനു വേണ്ടി 3 ദിവസം ഉപവാസം ഇരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങ് മാറ്റുന്ന. നോ, ലെറ്റ് യുവർ വിൽ ബി ഡൺ. ഇവരെ കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താ? ഭയങ്കര വലിയ സാക്ഷ്യം. കർത്താവിന് ഇവരെ കുറിച്ച് പറയാനുള്ളത്, ഐ ആം ആംഗ്രി, ഞാൻ നീരസപ്പെട്ടിരിക്കുക. അടുത്ത വിശ്വസ്തനായിരിക്കുന്ന ഈ വിശ്വസ്തതയില്ലാത്ത ഈ തലമുറയെ കുറിച്ച്
ഇത് ഇസ്രായേലിനെ കുറിച്ച് അല്ല ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഈ വചനത്തിൽ കൂടെ ഇടപെടുന്നത്. ഈ തലമുറ, ദുഷ്ടവും കോട്ടവും നിറഞ്ഞ ഈ തലമുറ, വിശ്വസ്തതയില്ലാത്ത ഈ തലമുറയിൽ വിശ്വസ്തരായി നിൽക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. വിശ്വസ്ത ദാസനെ ഒന്ന് നോക്കിക്കേ. ലുക്ക് അൺടു ജീസസ്. രണ്ടാമത്തെ വാക്യം 3:2. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ. അപ്പൊ ഇവിടെ ഒരു സിമിലാരിറ്റിയാണ്. മോശ വിശ്വസ്തനായിരുന്നു, യേശു വിശ്വസ്തനായിരുന്നു. പക്ഷെ അടുത്തത് ഇവരെ ഒരുമിച്ചല്ല ഈ ലേഖനകർത്താവ് കൊണ്ടുവരുന്നത്. മോശയേക്കാൾ നിസ്തുല്യനാണ് ക്രിസ്തു. അതെന്താ ക്രിസ്തുവിന്റെ നിസ്തുല്യത? മോശയുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, അല്ല യേശുവിന്റെ കൂടെ മോശ ഇരിക്കാൻ പറ്റത്തില്ല. യെസ്, മോസസ് ഇസ് എ വെരി റെസ്പെക്റ്റഡ് ഫിഗർ. പക്ഷെ മോർ റെസ്പെക്ട്, മോർ ഓണർ ആൻഡ് ഗ്ലോറി ബിലോങ്സ് ടു ജീസസ്. എന്തുകൊണ്ടാണ് അങ്ങനെ? വായിച്ച അടുത്ത വാക്യം വായിച്ചു. ഭവനത്തെക്കാളും, എന്റെ കൂടെ പറഞ്ഞേ, ഭവനത്തെക്കാളും ഭവനം, അങ്ങനല്ലേ? ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അത്ര അധികം മാനം. അപ്പൊ എന്ത് ഈ പറഞ്ഞു വരുന്നത് അറിയോ? മോശയേക്കാൾ അധികം മാനം ജീസസിനാണ്. കാരണം അടുത്ത യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ. എന്തുകൊണ്ട്? മുമ്പോട്ട്. ഏത് ഭവനം ചമപ്പാൻ ഒരാൾ വേണം? സകലം ചമച്ചവൻ ദൈവം. അടുത്തത് അപ്പൊ മോശ ഈ ഭവനത്തിൽ ആരായിരുന്നു? ഒരു വിശ്വസ്ത ഭൃത്യനായിരുന്നു. ഹി വാസ് എ സെർവന്റ് ഇൻ ദി ഹൗസ്. ഈ ഹൗസ് എന്ന് പറയുന്നത് ദൈവജനത്തെയാണ്, പീപ്പിൾ ഓഫ് ഗോഡ്. ഈ പീപ്പിൾ ഓഫ് ഗോഡിന്റെ അകത്തൊരു വിശ്വസ്ത സെർവന്റ് ആയിരുന്നു മോസസ്. ജീസസ് ആരാ? അടുത്ത വാക്യം. ക്രിസ്തുവോ ഭവനത്തിന് അധികാരിയാണ്. ഈ ഭവനം ഉണ്ടാക്കിയത് തന്നെ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഉണ്ടാക്കിയ ഭവനത്തിന്റെ ഉള്ളിലുള്ള വിശ്വസ്ത വേലക്കാരൻ മാത്രമേ ഉള്ളൂ. ആര്? മോശ. പക്ഷെ ക്രിസ്തു ആരാ? ഭവനം ചമച്ചവൻ. ജീസസിന്റെ നിസ്തുല്യത ഇവിടെ കണ്ടോ? ജീസസ് ദൈവമാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ജീസസ് ഈസ് ഫുള്ളി ഗോഡ്. ഭവനം ചമച്ചവൻ, ഭവനത്തിന് അധികാരിയായിരിക്കുന്ന, എങ്ങനെ അധികാരി? വായിച്ചോ. പുത്രനാ, ഈസ് ദ സൺ. അവിടെ വളരെ വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. പുത്രൻ എന്നൊക്കെ ഇവിടെ വിളിക്കുമ്പോൾ ആ തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന പിതാവിനോട് തുല്യനായിരിക്കുന്ന 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 3-ാം വാക്യം, വളരെ 3-ാമത്തെ വാക്യം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും. So Jesus is the exact representation of God the Father. But Jesus is equal. പിതാവും പുത്രനും തുല്യനാണ്. പിതാവിന് മഹത്വം കൊടുക്കുന്നത് പോലെ പുത്രനും മഹത്വം കൊടുക്കണം. പുത്രനാണ് ഈ ഭവനത്തെ ചമച്ചത്. പുത്രൻ അതിലും പുത്രൻ എന്ന രീതിയിൽ അധികാരപ്പെട്ടിരിക്കുമ്പോൾ ആ ഭവനത്തിന്റെ ഉള്ളിൽ ഒരു വേലക്കാരൻ, സെർവന്റ് എന്നപോലെ മോസസ് ആയിരിക്കുന്നു. എന്നാൽ വിശ്വസ്തതയെ കുറിച്ച് പറയുമ്പോൾ മോസസിനെ അല്ല, ജീസസിനെ വെച്ചിട്ട് പറയുകയാണ്, ലുക്ക് അൺടു ജീസസ്. ഇതുപോലെ തന്നെ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലുമുണ്ട്. വിശ്വാസത്തിന്റെ നായകനും ആയ യേശുവിനെ എന്ത് ചെയ്യണം? എന്തിനാ അങ്ങനെ പറഞ്ഞത്? കാരണം 11-ാമത്തെ അധ്യായത്തിൽ നീണ്ട ഒരു നിരയാണ്. ഏബേൽ തൊട്ട് പഴയ നിയമത്തിലുള്ള വീരന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് 12-2 പറയാണ്, ഇവരെ ആരെയല്ല നോക്കേണ്ടത്, വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ he is the one who pioneered, he is the one who gave this faith. ഈ കർത്താവാണ് നമുക്ക് ഈ വിശ്വാസം നൽകിയത്.
ഈ കർത്താവ് തന്നെ ഇതിനെ പൂർത്തീകരിക്കുകയും ചെയ്യും. ഈ കർത്താവിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസിന്റെ നിസ്തുല്യതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലിരുന്നവൻ താണഭൂമിയിലേക്ക് മനുഷ്യവേഷമെടുത്ത് താണഭൂമിയിലേക്ക് വന്ന് 33 കൊല്ലം പിതാവിന്റെ ഇഷ്ടമല്ലാതെ വേറെ ഒരു ഇഷ്ടം താൻ ചെയ്തില്ല. ക്രൂശ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം കാണുന്ന, ക്ലൈമാക്സിൽ കാണുന്ന ക്രൂശ് മാത്രമല്ല, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ താൻ ഈ ഭൂമിയിൽ വന്ന സമയം തൊട്ട് ക്രൂശ് മരണം വരെ ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചത്തതിന് ശേഷം ആ ക്രൂശ് മരണത്തിൽ കൂടെ പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് യോഹന്നാൻ 17:4 പറയുകയാണ്, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയത് ഞാൻ പൂർത്തീകരിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എന്നെ വീണ്ടും അതേ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകണമേ, മഹത്വപ്പെടുത്തുമാറാകണമേ എന്ന് പറയുകയാണ്. ജീസസിന്റെ 33 കൊല്ലത്തിന്റെ ആ ഫെയ്ത്ത്ഫുൾനെസ്, ആ വിശ്വസ്തത, പിതാവിന്റെ ഇഷ്ടമല്ലാതെ താൻ ഒന്നും ചെയ്തില്ല. ആ ജീസസിന്റെ ആ ലൈഫിനെ നോക്കി ജീവിക്കാൻ കർത്താവ് നമ്മളോട് പറയുക. Look into the life of Jesus. Look into the ministry of Jesus. യേശുവിന്റെ ലൈഫും യേശുവിന്റെ മിനിസ്ട്രിയാണ് എല്ലാ ശുശ്രൂഷകന്റെയും ശുശ്രൂഷയുടെയും മാർഗദണ്ഡം. It is the only measuring rod. Jesus' life and Jesus' ministry. മിനിസ്ട്രിയും ലൈഫും വ്യത്യാസമല്ല. ചിലർക്ക് ഭയങ്കര മിനിസ്ട്രിയാ, പുൾപറ്റി കയറിയ തീയ. പക്ഷെ ഹാരി ഇന്ത്യ, ഓ ഇന്ത്യ, അവള് വിട്ടിട്ട് പോയി. പക്ഷെ ഭയങ്കര മിനിസ്ട്രിയാ. അയ്യോ അല്ല, അത് മിനിസ്ട്രി എന്നല്ല അതിന് പറയുന്നത്. എനിക്കറിയത്തില്ല എന്തോ അതിന് വിളിക്കുന്നതെന്ന്. ലൈഫ് ആൻഡ് മിനിസ്ട്രി ഗോസ് ടുഗദർ. നമ്മുടെ വിഷയം ഇങ്ങനെയുള്ളവരെ വിളിച്ച് 3 ദിവസം കൺവെൻഷൻ നടത്തും. കാരണം ആള് വരും, വിവേചിക്കാൻ പറ്റുന്നില്ല. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഉപദേശം പറയുന്നതിന് വിളിക്കും, 2ാമത്തെ ദിവസം കുറച്ച് കോംപ്രമൈസ് ചെയ്തതിന് വിളിക്കും, 3ാമത്തെ ദിവസം മൊത്തം അവിയിൽ പറയുന്നതിന് വിളിക്കും. കണ്ടിട്ടില്ലേ? അയ്യോ, നിങ്ങൾ ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ലേ? എന്താ അങ്ങനെ ചെയ്യുന്നത്? വിവേചന കുറവുണ്ട്. അപ്പോൾ തന്നെ അറിയാം, ആദ്യത്തെ 3 ദിവസം വെച്ച് ആള് കുറയും. ഇച്ചിരി വിടുതലും ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യഭാരത്തോടെ കടന്നു വരുന്ന അതല്ല സംസാരിക്കുന്നത്. ഇത് പർവ്വത പ്രസംഗം പറയുന്നു, ജീസസ് പറയും, ജീസസിന്റെ നിസ്തുല്യത, അത് നമുക്ക് വേണ്ട. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച്, അങ്ങനെ സംസാരിച്ചാൽ തുള്ളി ആരാധിക്കും. എന്നാൽ ജീസസിന്റെ നിസ്തുല്യത പറഞ്ഞേ, ഓ അതാ വേണ്ടത്. ആ നിസ്തുല്യത അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസൈറ്റി പോകുന്നേ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം മാറും. എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്, ഒരു നിസ്തുലനായ ക്രിസ്തു ഉണ്ട്. ഞാൻ എന്തിനാ ഭാരപ്പെടേണ്ടത്? ഇവിടെ ഖത്തറിലിരുന്നാലും നാട്ടിലിരുന്നാലും ഊരിലിരുന്നാലും ഭൂമിയിൽ എവിടെ ഇരുന്നാലും ഐ നോ മൈ ലോഡ് വിൽ പ്രൊവൈഡ് ഫോർ മീ. എന്തിനാ ഈ ചിന്താകുലവും ഭാരവും ഒക്കെ? എന്തിനാ? ബിക്കോസ് ഈ ഫെൽറ്റ് നീഡ് മെസ്സേജ് കേൾക്കണ്ട നമുക്ക്. സ്വത്രം. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയത്തില്ല. ജോൺ തോമസ് പാസ്റ്ററൊക്കെ ശുശ്രൂഷ സഭയായതുകൊണ്ട് അങ്ങനല്ലെന്നാ എൻ്റെ ധാരണ. പക്ഷെ പലയിടത്തും ഈ ആൾക്കാർ തന്നെ ഈ പാസ്റ്റർമാരെ വഷളാക്കുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? ഏതാ വലുത്? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുമോ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടുമോ? നമുക്ക് താല്പര്യമായിരിക്കും ഇച്ചിരുടെ ചായക്കകത്ത് മധുരം കിട്ടുന്നുള്ളൂ, പക്ഷെ അവർ തരത്തില്ല. എന്നാൽ ഹോട്ടലിൽ ചെന്നാലും അവരോട് പറയും ഇച്ചിരൂടെ കുറുക്കി അടിക്കുക, അത്ര എണ്ണ ഇച്ചിരൂടെ കൂട്ടിയടിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ പാസ്റ്റർ ഒരു ഇതാ, പുള്ളിക്കും അറിയാം ഹോട്ടൽ പരിപാടി നടക്കത്തില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും? ഹോട്ടൽ ബിസിനസ്സാണ്. പിന്നെ ആൾക്കാർക്ക് താല്പര്യമുള്ള കുറുക്കി അടിക്കുകയും എണ്ണയിട്ടുള്ള പരത്തിയും ഇതെല്ലാം കൂടെ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് സന്തോഷം, പുള്ളിക്ക് സന്തോഷം. പക്ഷേ
ഹോട്ടലല്ല, ഹോസ്പിറ്റലാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തരുന്നതല്ല. ഇവിടെ ഉണ്ട് ഇഷ്ടം. ഇവിടുത്തെ ഇഷ്ടം നമ്മൾക്ക് പറഞ്ഞു തരും. മനസ്സുണ്ടെങ്കിൽ എടുക്കണം. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുക. പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ വഴി. ആ വഴി ഞാൻ വേഗം 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ ജീസസിനെ നോക്കണം. ജീസസിന്റെ ആ 33 കൊല്ലത്തിന്റെ ലൈഫ് ഇവിടെ നിന്ന് കിട്ടും ബ്രദറെ. 33 എന്തെങ്കിലും ബുക്ക് വല്ലതും ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്. 4 സുവിശേഷം വായിച്ചാൽ മതി. ജീസസിന്റെ ലൈഫും മിനിസ്ട്രി അവിടെ തന്നെ ഉണ്ട്. എങ്ങനെ ജീസസ് പ്രാർത്ഥിച്ചത്, എങ്ങനെ ജീസസ് ബൈബിൾ പ്രസംഗിച്ചത്, വ്യാഖ്യാനിച്ചു. ഇന്ന് പലരും പറയുന്നത് പുസ്തകം വേണ്ട, ഇന്ന് പ്രസംഗമില്ല, ഇതങ്ങ് അടയ്ക്കും. ഇന്ന് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ജീസസ് അങ്ങനെ ചെയ്തില്ല. കർത്താവ് വചനം തുറന്നിട്ടാണ് പ്രസംഗിച്ചിട്ട് ആത്മാവിന്റെ പ്രവൃത്തി നടത്തിയത്. അപ്പൊ ജീസസിന്റെ മിനിസ്ട്രിയും ജീസസിന്റെ ലൈഫും കൂടെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യണം. എൻ്റെ ജീവിതം അങ്ങനെ ആണോ, നമ്മുടെ ശുശ്രൂഷ എങ്ങനെയാണോ എന്ന് കമ്പയർ ചെയ്യണം. അതുപോലെ വിശ്വസ്തരായി അവസാനം വരെ ജീവിക്കാനാണ് ഇവിടുത്തെ പ്രബോധനം. ഇസ്രായേലിനെ പോലല്ല, പ്രവർത്തികൾ കണ്ടിട്ടും 40 ആണ്ടും ദൈവത്തിന്റെ വചനം, നേരിട്ട് ദൈവത്തിന്റെ വചനം. മോശയെ പോലുള്ള പാസ്റ്ററെ കിട്ടിയതെന്തോ ഭാഗ്യമാണ്. അതുപോലുള്ള ഭാഗ്യം ആർക്കും കിട്ടിയില്ല. ആ പാസ്റ്ററെ കിട്ടിയിട്ടും രക്ഷിക്കപ്പെട്ടില്ല. 40 ആണ്ട് ദൈവത്തിന്റെ വചനം കേട്ടിട്ട്, പ്രവൃത്തി കണ്ടിട്ടും ദൈവം അവരോട് നീരസപ്പെട്ടു. ആ തലമുറയെ പോലെ ആവാതെ ജീസസിനെ നോക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1-2 കാര്യം പറയാനുള്ള എൻ്റെ മുമ്പിൽ സമയം. ഒന്ന് നോക്കാം പെട്ടെന്ന്. 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വേഗം വായിച്ചാൽ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും. അപ്പൊ ആ 12-ാമത്തെ വാക്യം, ആരും ജീവനുള്ള ദൈവത്തിൽ നിന്ന്, ഞാൻ ആ ടെക്സ്റ്റിലേക്ക് വന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പോരാ. ജീവനുള്ള ദൈവത്തെ വിട്ട്. അപ്പൊ ജീവനുള്ള ദൈവത്തെ വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സഭയ്ക്കുള്ളിൽ തന്നെ ഇരിക്കും, കൈ വടിക്കും, പാട്ടുമൊക്കെ പാടും, പക്ഷെ ഹൃദയം കൊണ്ട് ജീവനുള്ള ദൈവമായിട്ടൊരു ബന്ധമില്ല. ഇന്ന് രാവിലെ പ്രബോധനത്തിൽ നമ്മൾ കേട്ടതുപോലെ വെളിയിൽ ഭയങ്കര ഭക്തിയാണ്, പക്ഷെ അകത്ത് ശക്തിയില്ല. അകത്ത് ഓൾറെഡി പോയി കിടക്കുക. കണ്ട മനസ്സിലാകത്തില്ല. കൈയടിക്കുന്നുണ്ട്, താളത്തിനൊത്ത് പോകുന്നുണ്ട്, പാട്ടും അറിയാം, വചനവും എല്ലാം അറിയാം, പക്ഷെ അകം പോയി. ജീവനുള്ള ദൈവത്തെ വിട്ടുപോയി. ആ അനുഭവം. പാപത്തിന്റെ ചതിയിൽ വീഴാതെ. അടുത്തത്, നിങ്ങൾ അന്യോന്യം. അടുത്തത്, പ്രബോധിപ്പിക്കുകയും. അടുത്തത്, അന്യോന്യം പ്രബോധിപ്പിക്കുക. ആ ഒരു കാര്യം പറയാനേ എനിക്കിപ്പോ സമയമുള്ളൂ, അത് തീരാറായി. എന്താ അന്യോന്യം പ്രബോധിപ്പിക്കുന്നതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഫെലോഷിപ്പ്, കൂട്ടായ്മ. അവസാനത്തോളം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച് വിശ്വസ്തരായി പോകാൻ ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജീസസിന് എന്ത് ചെയ്യണം? നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ചുമ്മാ അല്ല, ശ്രദ്ധിച്ചു നോക്കണം. അത്ഭുതങ്ങൾ ചെയ്യുന്നു, പ്രവർത്തികൾ ചെയ്യുന്നവനായിട്ടല്ല. ജീസസിന്റെ ലൈഫും ജീസസിന്റെ മിനിസ്ട്രിയും ശ്രദ്ധിച്ചു വായിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് അതുപോലെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. അതുപോലെ ജീവിക്കാൻ കർത്താവിന്റെ കൃപ ചോദിക്കണം. ഒന്ന് ജീസസിന്, 2 കൂട്ടായ്മ. അപ്പൊ കൂട്ടായ്മയിൽ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? എന്താണ് വായിച്ചു? അന്യോന്യം പ്രബോധിപ്പിക്കണം. പണ്ടൊരു പ്രബോധനം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ അച്ചാമ്മരൊക്കെ എഴുന്നേക്കും ഒരാൾ, അപ്പോൾ പ്രബോധിപ്പിക്കുമ്പോൾ മറ്റൊരാൾ അല്ലേലി എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും കേട്ട് പുള്ളിക്ക് ശക്തിപ്പെട്ടല്ല, എനിക്ക് കിട്ടി, ഞാൻ അടുത്ത ആഴ്ച തരാം. അതാ ഈ പ്രബോധനം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റിട്ട് വചനത്തിലൂടെ വെട്ടുന്നതാ പലതും. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ പണ്ട്. അതല്ല ഇത്. അന്യോന്യം കൂടി വരുന്നത് എന്തിനാ? ഒരു ഉണക്ക പ്രാർത്ഥിച്ച് വചനമൊക്കെ ധരിച്ച് പിന്നെ അവസാനം എവിടെ പോകണം? ഇവിടെ ഒരു പുതിയ മന്തി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് എല്ലാവരും കൂടെ അവിടെ കഴിക്കാൻ പോകാം. അതല്ല കൂട്ടായ്മ. അതായിക്കോ, പക്ഷെ അത് മാത്രമാണെങ്കിൽ എന്തോ പ്രശ്നമാണ്. വന്ന് പൊറോട്ട ഇറച്ചി കഴിക്കുന്നതല്ല കൂട്ടായ്മ കേട്ടോ. അതിന് കൂട്ടെന്ന് വിളിക്കാം. കൂട്ടായ്മയിൽ തമ്മിൽ വരുമ്പോ പ്രബോധനമാണ്. കൈ എടുക്കുമ്പോ ചോദിക്കുന്നത്, ഇപ്പൊ ചോദിക്കുന്നത് ഷൂർ എത്ര ഉണ്ട്?
തമ്മിൽ ചോദിക്കുമ്പോൾ ഈ ശരീരത്തിനല്ലാതെ വേറെ എന്തേലും നമ്മൾ അടുത്ത് ഈ നാട്ടിലെന്നാ പോകുന്നത്, നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകണം, അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ചുറ്റി അടിച്ചിട്ട് നമുക്ക് ഇറങ്ങണം, തന്നെ പോകുമ്പോൾ ഒരു ഇതാണ്. പക്ഷെ കൂട്ടായ്മയിൽ പ്രബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ കൈ കൊടുത്തിട്ട് ചോദിക്കണം, ബ്രദർ എങ്ങനെയുണ്ട് ആത്മീയ ജീവിതം, ഹൗ ഇസ് യുവർ സ്പിരിച്വൽ ലൈഫ്? പാപത്തിന്റെ ചതിയിൽ വീഴല്ലേ? നമ്മൾ അങ്ങനെ ആത്മീകമായി ചോദിക്കുന്നുണ്ടോ തമ്മിൽ? വി ഷുഡ് ബി കെയർ. നമുക്ക് ശരീരത്തെ കൂടുതൽ കെയർ, ആത്മീക മനുഷ്യന്റെ കെയർ തമ്മിൽ ഇവിടുന്ന് പ്രസംഗിക്കുക മാത്രമല്ല, കൂട്ടായ്മ നമ്മൾ കൂടുമ്പോഴും ചോദിക്കേണ്ടത് ഇതാ, ബ്രദറെ സ്പിരിച്വൽ അമ്മാമേ ആത്മീയ ജീവിതങ്ങളുണ്ട്, പ്രാർത്ഥന ജീവിതങ്ങളുണ്ട് അമ്മാമേ. ആദ്യം അമ്മാമ പ്രാർത്ഥിച്ചിട്ടേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് വായിച്ച വചനം ഏതാ അച്ഛാ? ഇന്ന് അച്ഛൻ ധ്യാനിച്ച വചനം ഏതാ? അത് എന്നോടൊന്ന് പറയാമോ? എന്തുവാ കർത്താവ് സംസാരിച്ചത്? എന്തുവാ ഒന്ന് പറയാമോ? ഇതാ പ്രബോധനം. ഇത് തമ്മിൽ എപ്പോഴും കൂടുമ്പോൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള അച്ഛൻ അറിയാം, ഇന്ന് ഞാൻ വായിച്ചില്ലെങ്കിൽ ഈ പുള്ളി വന്ന് എന്നോട് ചോദിക്കും, അങ്ങനെങ്കിലും പേടിച്ച് വായിക്കും. അക്കൗണ്ടബിലിറ്റിയാ. അല്ല വന്നിരുന്ന് നമ്മൾ പോവുക, അല്ല വന്ന് എവിടെ പോയി ഫുഡ് കഴിച്ചു, ഇരിച്ചു, കുടിച്ചു, ചായ കുടിച്ചു, നല്ല കാര്യം, പ്രൈസ് ദി ലോർഡ്. അതല്ല വരുന്നത്. നാം ഇന്ന് ഇവിടെ കാണുന്നത് പോലെ അവിടെയും കാണണ്ടേ? അതിനുവേണ്ടി ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ബ്രദർ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ സിസ്റ്റർ. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ ആത്മീക ജീവിതത്തിന്, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിഞ്ഞ കുറെ ദിവസം ഞാൻ നോക്കുന്നുണ്ട്, ബ്രദറിന് അത്ര ഇൻട്രസ്റ്റ്, നല്ലപോലെ ഉറങ്ങുന്നുണ്ട്, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നല്ലോണം ഉറങ്ങുന്നത് ഞാൻ ആ ദിവസം തൊട്ട് ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ഹൃദയത്തിലൊരിതുണ്ടാവും, എൻ്റെ ദൈവമേ എൻ്റെ ഉറക്കത്തെ കാണുന്ന ഒരു സഹോദരൻ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ചിരി കേട്ടിട്ട് അങ്ങനെ ആരും ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരും ഉണ്ടല്ലോ. ആ മനുഷ്യൻ വിടുവിക്കപ്പെടുന്നേ. ദൈവത്തിന്റെ വചനം അവന്റെ ചെവിയിൽ കൂടെ ചെന്ന് ഹൃദയത്തിന്റെ അകത്തു ചെന്ന് അവൻ മാനസാന്തരപ്പെടും. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് കർത്താവിന്റെ കൃപ നൽകിയിരിക്കാം. കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുക. ഒരു മടങ്ങി വരവ് ഈ 2024 കഴിയുന്നതിന് മുമ്പ് ആവട്ടെ. കർത്താവേ, അവിടുത്തെ പ്രവൃത്തി ഞാൻ ഒന്നും കണ്ടില്ലെങ്കിലും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും, ലോർഡ് ഷോ മീ യുവർ വിൽ, അവിടുത്തെ വഴി എന്നെ കാണിക്കണേ. ഹല്ലേലൂയ. ഒരു നിമിഷം ആ പാട്ടിന്റെ ആ വരി ഒന്ന് പാടിയിട്ട് എല്ലാവരും ആ പാട്ട് പാടുന്നത് ഹൃദയത്തിന്റെ അകത്തുനിന്നാകട്ടെ. കേവലം ഹാലിലെ വായും കൊണ്ട് മാത്രമല്ല, ഹൃദയത്തിന്റെ അകത്തുനിന്ന് പാടാം. മോശവത്സലം എഴുതിയ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ